നമസ്കാരം. ശരണം ശബരീശം പരിപാടിയിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തെക്കേടത്തുമന തിരുമേനി നമ്മളോടൊപ്പം ഇന്നും ഉണ്ട്. അദ്ദേഹം ഒരുപാട് സംശയങ്ങൾ ദൂരീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരോട് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള, അദ്ദേഹം അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു, അറിവിലേക്കായി ഇത് തീർച്ചയായും നിങ്ങളിത് കണക്കാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരുമേനിയെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തിരുമേനി, നമ്മൾ ഉത്സവബലിയെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ സഹസ്രകലശത്തിൻ്റെ പ്രത്യേകത സംസാരിച്ചു. ഇനി വരാൻ പോകുന്ന മാസങ്ങൾ, ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇത് ശാക്തേയ പൂജകൾ അല്ലേ, അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിലുള്ളതാണ്. അവിടെ നമുക്കറിയാം, ഇപ്പോൾ ശബരിമല പോലെയല്ല, അല്ലെങ്കിൽ വേറൊന്നും പോലെയല്ല. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ, തിരുവനന്തപുരത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രം ഉണ്ട്. ഒരുപക്ഷെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ഒരു ഭദ്രാ ദേവിയുടെ ഒരു പ്രധാനപ്പെട്ട അമ്പലം. അതുപോലെ വിവിധങ്ങളായ ഒരുപാട് അമ്പലങ്ങൾ ഈ ദേവീ പൂജ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങ് ഇപ്പോൾ നേരത്തെ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ആളായതുകൊണ്ട് അവിടെയും ഉണ്ട് ശാക്തേയ പൂജകൾക്ക് വളരെയധികം പ്രാധാന്യം. പ്രത്യേകിച്ച് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ചെട്ടിയുളങ്ങര തൊട്ട് അങ്ങോട്ടുള്ള പല സ്ഥലങ്ങൾ, ചോറ്റാനിക്കര, അതുപോലെ തന്നെ മഹം തൊഴിലിൽ നടക്കുന്ന ചോറ്റാനിക്കരയുടെ പ്രാധാന്യം, കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെയുള്ള പല കേന്ദ്രങ്ങൾ. അങ്ങ് മലപ്പുറത്ത് എത്തുമ്പോൾ ഉള്ള ദേവതാസങ്കല്പങ്ങൾ, അതെ, തിരുമാന്താംകുന്നുള്ള ദേവതാസങ്കല്പങ്ങൾ വരെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കണ്ണൂരുള്ള പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾ. ഇവിടെയൊക്കെ ദേവീ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് തുടങ്ങാം നമുക്ക്, അങ്ങയുടെ വളരെ പരിചിതമായ അറിവിൽ. എന്താണ് ഈ മാസങ്ങളിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ ഉത്സവാദികൾക്ക് പ്രധാനമുള്ള ചടങ്ങുകൾ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ പൗരാണികമായ ഒരു ആരാധനാ സമ്പ്രദായമാണ് ശാക്തേയ ആരാധന. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആരാധനാക്രമത്തിലുമുള്ള പ്രത്യേകത ഇതിലുമുണ്ട്. കാരണം ഉത്തര കേരളത്തിൽ, മധ്യ കേരളത്തിൽ, ദക്ഷിണ കേരളത്തിൽ മൂന്നായി തിരിച്ചാൽ മൂന്ന് തരത്തും വ്യത്യസ്തങ്ങളായ ആരാധനാക്രമങ്ങളാണ് അനുഷ്ഠിച്ചു വരുന്നത്. അതെ, പൊതുവായ ചില കാര്യങ്ങൾ നമ്മുടെ എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം വിശേഷമായ ചില ആരാധനാക്രമങ്ങൾ നമുക്കറിയാം. ഉത്തര കേരളത്തിലെ ശാക്തേയ ആരാധനയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ തെയ്യം, തിറ, പടയണികൾ. ഇതെല്ലാം ഒരു പരിധിവരെ അതിനകത്തിൽ വരുന്നുണ്ട്. മധ്യകേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ സമയത്താണ് കുത്തിയോട്ടം, താലപ്പൊലി, അതേപോലെ ഈ പുറത്തെഴുന്നള്ളിപ്പ്, പറക്കെഴുന്നള്ളിപ്പ്, ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ദക്ഷിണ കേരളത്തിൽ വന്നാൽ അത് മിക്കവാറും ഇവിടെ അറിയപ്പെടുന്നത് തന്നെ ശാക്തേയ ആരാധനയെ പ്രാധാന്യം മുടിപ്പരകൾക്കാണ്. ആ മുടിപ്പര സമ്പ്രദായം ദക്ഷിണ കേരളത്തിലാണ് കൂടുതലായുള്ളത്. മുടിപ്പര എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ആ ലോകാനുഗ്രഹദായിനിയായ ആ സാക്ഷാൽ ശ്രീ ഭദ്രകാളിയുടെ കിരീടത്തെ മുടിയായി വെച്ച് നമ്മൾ ആചരിക്കുന്നു. ആ ആചരണത്തിലൂടെ പല സ്ഥലത്തും പല രീതിയിൽ ആചരിക്കുന്നതോടൊപ്പം ദക്ഷിണ കേരളത്തിൽ കണ്ടുവരുന്നത് തോറ്റംപാട്ട് എന്നുള്ള ഒരു ആധ്യാത്മികമായ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാചാരം ചെയ്തു വരുന്നൊരു സംഗതി ഇവിടെ കാണാറുണ്ട്. തോറ്റംപാട്ടിൽ തന്നെ നമുക്കറിയാം ദേവിയും ദാരികനുമായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ ദേവിയെ കുടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ചില സങ്കല്പങ്ങൾ, ദേവിക്കുള്ള തൃക്കല്യാണം, ഇങ്ങനെ പല പ്രത്യേകപ്പെട്ട വിഷയങ്ങളും ഒക്കെ അതിന് വരുമ്പോൾ അവിടെയെല്ലാം പ്രത്യേകമായ പൂജകളും പ്രത്യേകമായ ആരാധനകളും സങ്കല്പങ്ങളും എല്ലാം നടത്തി വരുന്നുണ്ട്. അപ്പം ഓരോ നാട്ടിനനുസൃതമായിട്ട് ഓരോ ആരാധന. ഇവിടെ എല്ലാം കണ്ടുവരുന്നത് ഈ ഗുരുതി എന്ന് പറയുന്ന ഒരു പൂജയുണ്ട്. ദേവിക്ക് നടത്തപ്പെടുന്ന വളരെ വൈശിഷ്ട്യമാർന്ന ഒരു പൂജയാണ് ഗുരുതി പൂജ. ഗുരുതി പൂജ പല തലങ്ങളിലും പല രീതിയിലാണ്. ദക്ഷിണ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരുതി എന്ന വാക്ക് തന്നെ വളരെ കുറവാണ്. ഗുരുസി എന്നാണ് സാധാരണ ഇവിടെ പറഞ്ഞു വരുന്നത്. ദേശാചാരത്തിൻ്റെ ഒരു വ്യത്യാസമൊന്നും. അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചിന്തിക്കാനേക്കുള്ളുപരി ഇവിടെ തന്നെ ഗുരുതി 2-3 സമ്പ്രദായത്തിലുണ്ട്. കാരണം സാധാരണ ലഘുവായിട്ട് കൈവട്ട ഗുരുതി എന്നുള്ള ശീലകത്ത് വെച്ച് തന്നെ സമർപ്പിക്കുന്നതാണ് കൈവട്ട ഗുരുതി. അതിന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചില സ്ഥലങ്ങളിൽ മംഗളഗുരുതിയായിട്ട് നടത്തും. അത് മംഗളഗുരുതി ആകുമ്പോൾ അത്രത്തോളം സാധാരണഗതിയിൽ പൂജകന്മാർ തന്നെ, തന്ത്രിമാർ തന്നെ, അത് അല്ലെങ്കിൽ തന്ത്രിയോ മേൽശാന്തിയോ അല്ലെങ്കിൽ അവർ തന്നെ മംഗളം ഒരു പൂജയുടെ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് അതിന് മംഗളകരമായി പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാ ഭൂതഗണങ്ങൾക്കും അല്ലെങ്കിൽ
ഭദ്രകാളിയും ഭദ്രകാളിയുടെ എല്ലാ അനുചരന്മാർക്കും വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് ഈ മംഗളഗുരുതി. അത് മംഗളം എന്ന പര്യസമാപ്തിക്ക് വേണ്ടി നടത്തപ്പെടുന്നൊരു, അത് സാധാരണഗതി രാത്രിയിൽ ഒരു 8 അന്ത്യയാമങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ 8-9 മണിക്കൊക്കെ മംഗളഗുരുതി സമർപ്പിക്കപ്പെടും. വലിയ ഗുരുതിയുണ്ട്. അതിൽ തോറ്റമ്പാടെല്ലാം പൂർത്തീകരിച്ച് സങ്കല്പമൊക്കെ ഇതാണെങ്കിലും ഏകദേശം 12 മണിക്ക് ശേഷം നടത്തപ്പെടുന്ന ഗുരുതി. അതിനകത്ത് അതെ അതൊരു പക്ഷേ രജോ ഗുണപ്രധാനമായിട്ടോ തമോ ഗുണപ്രധാനമായിട്ടോ ഗുരുതി നടത്താറുണ്ട്. അത് കുമ്പളങ്ങ ഇങ്ങനെയൊക്കെയുള്ള കുശ്മാണ്ഡം ഒക്കെ വെട്ടി മുറിച്ച് അങ്ങനെ ഗുരുതി, അങ്ങനെ 3 സങ്കല്പത്തിലും ഗുരുതി നടത്തി വരാറുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ മധ്യ കേരളത്തിൽ ഈ ഗുരുതിക്ക് നാമധേയങ്ങളൊന്നും ഇത്രത്തോളം ഇല്ലെങ്കിലും അവിടെ പകലും ഗുരുതി നടത്താറുണ്ട്. തുലാപ്പത്തിനും മേടപ്പത്തിനും ഒക്കെ തന്നെ ഈ ഉത്സവത്തിനപ്പുറത്ത് ഈ അല്ല ചില ഇല്ലങ്ങളിൽ പോലും ഗുരുതി നടത്താറുണ്ട്. അല്ല അത് അതിന് പ്രത്യേക സമയമുണ്ടോ അതിന് വേണ്ടി? ഇല്ല, അതാ ഞാൻ പറഞ്ഞു തന്നത്. ചില സ്ഥലങ്ങളിൽ രാത്രിയിലാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ പകലല്ല. ഞാൻ ഈ പകൽ നടത്തുന്നതിന് പകൽ നടത്തിയ സമയമൊന്നുമില്ല. കാലത്തെ ഒരു ഉദയത്തിന് ശേഷമാണ് തുടങ്ങുക. ഗുരുതി പൂജയും അതിൻ്റെ വട്ടങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആ സമയത്താണ് സാധാരണ നടത്തി വരാറുള്ളത്. അത് മേടമാസം 10 നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ തുലാമാസം 10, ചില സ്ഥലങ്ങളിൽ ഇത് 2 തവണയും നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിൽ നിന്ന് ജ്യോതിഷശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ മേടമാസത്തിലെ 10 എന്ന് പറയുന്നത് സൂര്യൻ സ്വരാശിയിലെ അത്യുച്ചനാണ്. അപ്പോൾ തുലാമാസിലെ 10 എന്ന് പറയുമ്പോൾ സൂര്യൻ അതിനീചത്വമാണ്. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും പ്രത്യക്ഷമായ ദേവൻ്റെ തിരുമുമ്പിൽ വെച്ച് നടത്തുന്ന ഗുരുതി ആയതുകൊണ്ടാവണം ഒരു പക്ഷേ ഈ പകൽ നടത്തുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങിപ്പോൾ പ്രത്യക്ഷ ദേവൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ ഈ ആദിത്യ പൊങ്കാലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് തിരുമേനി ആദിത്യ പൊങ്കാല ഉദ്ദേശിക്കുന്നത്? ആദിത്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഭവനത്തിൽ ഗൃഹപ്രവേശം നടത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 10-ാം ഉദയം, അല്ലെങ്കിൽ ഇതേപോലുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചിലരുടെ പിറന്നാൾ, ജന്മനക്ഷത്രങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആദിത്യ പൊങ്കാല എന്നിങ്ങനെ പല ഈ തെക്കൻ നാട്ടിൽ ആചരിച്ചു വന്ന് കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ സത്യസ്വരൂപനായ ഭഗവാനെ, പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാനെ, പ്രത്യക്ഷ രൂപനായ ആ ആദിത്യൻ്റെ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് അദ്ദേഹം സ്വമേധയാ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ആത്മസമർപ്പണത്തോടുകൂടി നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിടുന്നതിനാണ് ആദിത്യ പൊങ്കാല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു നിയമത്തിനപ്പുറത്ത് ഒരു വിശ്വാസമാണ്, ഒരു ആചാരമായി നിലകൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ആദിത്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊട്ടും വിട്ടുകളയാൻ പാടില്ലാത്ത മറ്റൊരു ദേവസങ്കല്പം കൂടി നമുക്കുണ്ട്, പൗർണമി മാസത്തിലുള്ള സങ്കല്പം. ഈ പൗർണമി പൂജയ്ക്ക് എന്താണ് തിരുവേണ്ടി? പൗർണമി പൂജയ്ക്ക് അറിയാം. പൗർണമി എന്ന് വെച്ചാൽ പൂർണ്ണമായ ഈ ആദിത്യനെ പോലെ തന്നെ പ്രാധാന്യമാണ് ചന്ദ്രനും. ചന്ദ്രൻ എന്ന് പറയുന്നത് ദുർഗാഭാവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ചന്ദ്രനെ കാണുക. അപ്പം ആ പ്രധാനമായും ദുർഗാഭാവത്തിൽ നിൽക്കുന്നതായ ആ ദേവസങ്കല്പമുള്ളിടത്തെല്ലാം പൗർണമിക്ക് അതിപ്രാധാന്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പൗർണമി പൂർണ്ണമായിട്ടും ചന്ദ്രൻ, നമുക്കറിയാം ചന്ദ്രൻ ദർശിക്കുന്നത് വൈകിട്ടാണ്. അതിനെ ചില നാട്ടിൽ രാത്തങ്ങൽ എന്ന് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അന്ന് വൈകുന്നേരം ചന്ദ്രൻ എന്നാണോ പൂർണ്ണമായി ഉദിക്കുന്നത്, പൂർണ്ണമായി ദർശിക്കാൻ സാധിക്കുക, ആ ദിവസങ്ങളിലായിരിക്കും ഈ പൗർണമി എന്ന് നമ്മൾ ആഘോഷിക്കുക, പൗർണമി എന്ന് സങ്കല്പിക്കാറുണ്ട്. ആ ദിനത്തിൽ വിശേഷാൽ ഭഗവാൻ ചന്ദ്രൻ്റെ മുമ്പിൽ ചന്ദ്രനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആദിത്യന് പൊങ്കാലയിടുന്നവർ ചിലയിടത്ത് പൗർണമി പൊങ്കാലയിടാറുണ്ട്. ചിലർ പൗർണമി പൂജ വിശേഷമായി നടത്താറുണ്ട്. പൗർണമി പൂജയ്ക്കെല്ലാം തന്നെ ദുർഗാ പ്രാധാന്യമായിട്ടാണ് സാധാരണ പൂജ നടത്തി വരാറുള്ളത്. അത് ഞാൻ പറഞ്ഞു, ദേശാചാരം അനുസരിച്ച് ഈ സങ്കല്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. എങ്കിലും പൗർണമിക്കുള്ള പ്രാധാന്യം ഇപ്പോൾ ആ ചന്ദ്രൻ പൂർണ്ണമായി ഉദിക്കുന്ന ദിനത്തിൽ ദുർഗാ പ്രാധാന്യമായി നടത്തുകയാണ് സാധാരണ പൊതുവായിട്ടുള്ള ഒരു തത്വം. അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ദേവീ പ്രാധാന്യമായിട്ടും അല്ലെങ്കിൽ ദിവസ പ്രാധാന്യമായിട്ടും ഒക്കെ ഉള്ള പൂജകളിൽ ഒന്നാണ് തൃക്കാർത്തിക, അല്ലേ? ശരിക്കും ഇപ്പോൾ പല നമ്മൾ കണ്ടുവരുന്ന അനുസരിച്ചിട്ട് തൃക്കാർത്തിക, ചിലർ കാർത്തിക നക്ഷത്രം മാത്രം ഉള്ള സമയം ആചരിക്കുന്നു, ചിലർ കാർത്തികയും പൗർണമിയും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രം ആചരിക്കുന്നു. എന്താണ് തിരുമേനി അതിനുള്ള വാസ്തവം? അത് വ്യത്യാസം നമ്മൾ ഒന്നാമത് നമുക്കറിയാം, ബഹുഭൂരിപക്ഷം ഭക്തന്മാരും അല്ലെങ്കിൽ വിശ്വാസികളും ജ്യോതിശാസ്ത്രമോ താന്ത്രിക ശാസ്ത്രമോ ഒന്നും പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടൊന്നുമല്ല. അവർ ഭക്തിയിൽ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കാർത്തിക ദീപം തെളിയിക്കുക, ആ ഭഗവത് സ്വരൂപത്തെ നമ്മൾ പ്രാർത്ഥിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അവർക്ക് ജ്യോതിഷം പഠിച്ചിട്ട് ജ്യോതിഷ പണ്ഡിതന്മാരൊന്നും അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള പണ്ഡിതന്മാരൊന്നും അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ആത്മസമർപ്പണം, അവർക്ക് ലഘുവായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്കറിയാം നക്ഷത്രങ്ങളെല്ലാം തന്നെ ഉദയാൽപരം, അതായത് ഉദയം മുതൽ കണക്കാക്കുന്നു. അതെ,
തിഥികളെല്ലാം തന്നെ അസ്തമനം കൊണ്ട് കണക്കാക്കുന്നു. അപ്പോൾ തിഥികളെ പൂർണ്ണമായി എടുക്കേണ്ടതെല്ലാം വൈകുന്നേരത്ത്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാത്തങ്ങലാണ്. അസ്തമയ ശേഷമാണ് നമുക്ക് എത്ര നാഴികയുണ്ട് ആ ദിവസം എടുക്കുക. അങ്ങനെ വരുമ്പോൾ പൗർണമി എത്ര നാഴികയുണ്ട് എന്നാണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ നക്ഷത്രമാണ് എടുക്കുന്നതെങ്കിൽ കാലത്തെ ഉദയം കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ്. 6.25 നാഴികയുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, 6 നാഴിക ഉണ്ടെങ്കിൽ എടുക്കാം. ഇങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം അമാവാസി ശ്രാദ്ധം വൈകുന്നേരം ശ്രാദ്ധം വരുമ്പോഴാണ്, അല്ലെങ്കിൽ വൈകുന്നേരം അമാവാസി ഉള്ളപ്പോഴാണ് നമ്മൾ അമാവാസിയായിട്ട് പൂർണ്ണമായി കണക്കാക്കുക. ജ്യോതിശാസ്ത്രത്തോളം അത്രത്തോളം എനിക്ക് പാണ്ഡിത്യമില്ല, എങ്കിലും എൻ്റെ ലഘുവായ അറിവ് വെച്ച് ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പങ്കുവെക്കാം. കാരണം ഈ കാർത്തിക പൗർണമി എന്നൊക്കെ കൊണ്ടാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗർണമിക്ക് അവിടെ വലിയ പ്രസക്തിയില്ല, കാർത്തികയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. കാർത്തിക എന്നുള്ളത് കൊണ്ടാടുന്നത് കാർത്തിക പുറന്നാളായാലും കാർത്തിക നക്ഷത്രത്തിലുള്ള പൂജകളെല്ലാം തന്നെ രാവിലെ തന്നെയാണ് നിർബന്ധമായി നടത്തേണ്ടത്. പക്ഷേ കാർത്തിക ദീപം എന്നുള്ളത് വൈകുന്നേരമാണ് പതിവ്. അതറിയാമല്ലോ, കാർത്തിക ദീപത്തിലുള്ള പല ഐതിഹ്യങ്ങളും വെച്ച് ആചരിക്കപ്പെടുമ്പോൾ കാർത്തിക ദീപം തെളിയിക്കേണ്ടത് വൈകുന്നേരങ്ങളിൽ സായം സന്ധ്യകളിൽ എന്നാണോ ത്രിസന്ധ്യയ്ക്ക് കാർത്തിക നക്ഷത്രം വരിക അപ്പോഴാണ്. അതുകൊണ്ട് മാത്രം ഈ നക്ഷത്രത്തെ വൈകുന്നേരം കാർത്തിക വരുന്ന അന്നാണ് കാർത്തിക ദീപം തെളിയിക്കുക. ഇപ്പോൾ ഇത്തവണ തന്നെ കാർത്തിക ദീപം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രം വൈകുന്നേരം വരുമ്പോഴാണ്. ദീപം തെളിയിക്കേണ്ടത് നക്ഷത്രം വൈകുന്നേരം വരുമ്പോഴാണ്. കാർത്തിക ആചരിക്കപ്പെടേണ്ടത് കാലത്ത് വരുമ്പോഴാണ്. കാർത്തിക പുറന്നാളായാലും കാർത്തികയ്ക്ക് വിശേഷം നടത്തപ്പെടുന്ന പൂജകളാണെങ്കിലും എല്ലാം പ്രാധാന്യമായിട്ടും ഉദയാൽപരം എടുക്കേണ്ട സമയത്ത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ചിത്രാപൗർണമിക്കും ഇതേ വിഷയമുണ്ട്. അതെ, ചിലർ ചിത്ര നക്ഷത്രം കൊണ്ട് എടുക്കാറുണ്ട്, ചിലർ ചിത്ര മാസം കൊണ്ട് എടുക്കാറുണ്ട്. അപ്പോൾ അത് ദേശങ്ങൾക്കനുസൃതമായിട്ട് ആചരിക്കപ്പെടുക. ചൈത്രമാസത്തെയാണ് ചിത്രമാസം എന്ന് ആചരിക്കപ്പെടുന്നത്. അത് മിക്കവാറും മേടമാസത്തിലാണ് എത്തുക. അപ്പോൾ അങ്ങനെ ആചരിക്കപ്പെടുമ്പോൾ ചിത്തിര വെച്ചെടുക്കുന്നവരുണ്ട്, പൗർണമി വെച്ചെടുക്കുന്നവരുണ്ട്, അഷ്ടമിരോഹിണി, ഇങ്ങനെ പലതും നമുക്ക് ഹിന്ദു ആചാരങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ആചരണങ്ങളാണ്. കാരണം അഷ്ടമിക്ക് പ്രാധാന്യമോ അല്ല, ഇവിടെ ഞാൻ എൻ്റെ സംശയം അതല്ലായിരുന്നു ഇതിന് വേണ്ടി. പ്രധാനമായിട്ട് തിഥിക്ക് പ്രാധാന്യം കൊടുക്കണോ നക്ഷത്രത്തിന് പ്രാധാന്യം? കാർത്തിക ദിവസത്തിന് ഞാൻ പറഞ്ഞ തിഥിക്കല്ല പ്രാധാന്യം, കാർത്തിക നക്ഷത്രത്തിനാണ്. പക്ഷേ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കാലത്ത് തന്നെയാണ് നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്, കാർത്തിക പൂജയ്ക്കും മറ്റുള്ളതിനല്ല. പക്ഷേ കാർത്തിക ദീപം തെളിയിക്കേണ്ടത് ദീപം വൈകുന്നേരം ആയതുകൊണ്ട് ദീപം തെളിയിക്കേണ്ടത് വൈകിട്ടാണ്. അതുതന്നെയാണ് അമാവാസി ശ്രാദ്ധം. അമാവാസി വൈകുന്നേരം ഉള്ളപ്പോഴാണ് അമാവാസിയായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പക്ഷേ വൈകുന്നേരങ്ങളിൽ ബലിയിടാറില്ല, അതുകൊണ്ട് കാലത്ത് ബലിയിടുന്നു. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അവർ സങ്കല്പം അമാവാസി വൈകുന്നു വരുമ്പോൾ അന്നേ ദിവസം അമാവാസി എടുക്കുക, ശ്രാദ്ധത്തിന് അന്നാണ് എടുക്കേണ്ടത്. പക്ഷേ അന്ന് കാലത്ത് മാത്രമേ സാധാരണ ബലിയിടാറുള്ളൂ. അതെ, അപരാഹ്നത്തിന് ശേഷം ശ്രാദ്ധങ്ങൾ പതിവില്ലാത്തത് കൊണ്ട് അന്ന് കാലത്ത് ബലിയിടുന്നു. പക്ഷേ ചില വിധികളിൽ ഏറ്റവും പ്രധാനം ആയിട്ട് ശ്രാദ്ധം നടത്തേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമായതിനാൽ അപരാഹ്നത്തിലാണിത് ചെയ്യേണ്ടതെന്ന് ചില വിധികൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നാട്ടാചാരം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. പിന്നെ പൂർവികമായ ചില പാരമ്പര്യങ്ങൾ തുറന്നു വരുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ആ നിഷ്കർഷിച്ചിട്ടുള്ളതുപോലെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. അതൊന്ന് സാധൂകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശം തന്നെ. അല്ല, ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട അറിവ് വേണ്ടത് ആചാര്യനെ കുറിച്ചാണ്. ഇപ്പോൾ അങ്ങ് ഒരു പ്രത്യേക രീതിയിൽ ജനിച്ചു വളർന്ന ഒരു ഇല്ലത്തിൽ അന്ന് തന്നെ ഇത് പറഞ്ഞു തരാനുള്ള ഈ ഓദിക്കോന്മാർ ഉണ്ടായിരുന്ന ഒരു രീതിയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് അവരുടെ ആചാര്യന്മാരുണ്ട്. ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേദം അറിയാവുന്നുള്ള ആചാര്യന്മാരുണ്ട്. ഇതൊന്നുമില്ലാത്ത ചില ആൾക്കാർക്കുണ്ട്. അവരാരെ ആചാര്യനായിട്ട് സ്വീകരിക്കണം തിരുവേണ്ടി? അല്ല, അതിപ്പം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഗുരു മുഖത്ത് നിന്ന് മാത്രമേ ഇതൊക്കെ ലഭിച്ചിരുന്നു. അതെ, എൻ്റെയൊക്കെ കാലത്ത് അങ്ങനെ. അതെ, അന്ന് ഇത് പഠിപ്പിക്കുന്നതിനോ അഭ്യസിക്കുന്നതിനോ വേണ്ടി പ്രത്യേകിച്ച് സ്കൂളുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാഠശാലകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ബുക്കുകൾ പോലും. അതെ, ഗുരുമുഖത്ത് നിന്ന് നമ്മൾ പഠിക്കുക, അവരുടെ പൂർണ്ണമായ ശിക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ കൂടെ നടന്ന് നമ്മൾ പരിശീലിക്കുക. അത് അവർ പറഞ്ഞു തരാനില്ലെങ്കിൽ നമ്മൾ കൂടെ നടന്ന് ഒരു ഗുരു, ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയാണ് അന്നത്തെ കാലഘട്ടം, എൻ്റെ ബാല്യകാലത്തൊക്കെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അതിന് അനവധി രീതിയിലുള്ള ഉപാധികളുണ്ട്. ഇന്നറിയാം, ഇന്നിപ്പോൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാതി കർമ്മം പഠിച്ചിട്ടുള്ളവരെല്ലാം പൂജകന്മാരായി മാറുന്നത് പോലെ തന്നെ ആചാര്യദീക്ഷ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗുരുമുഖത്ത് നിന്ന് ആചാര്യദീക്ഷ വാങ്ങിക്കുന്നതിനപ്പുറത്ത് ഇന്ന് ഇതിനുവേണ്ടിയുള്ള സർവകലാശാലകളുണ്ട്, അത് പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളുണ്ട്, അത് പഠിപ്പിക്കുന്ന
വേദപാഠശാലകളുണ്ട്. ഇവിടെല്ലാം പോയി പഠിച്ച് അഭ്യസിച്ച ശേഷം അവിടെ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ആചാര്യദീക്ഷ വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിനകത്തിൽ മറ്റു രീതിയിലുള്ള വേർതിരിവുകളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പതിവില്ല. അതുകൊണ്ട് ഇന്നിങ്ങനെ തുടർന്നു വരുന്നു. പക്ഷേ അന്നത്തെ പഴയ കാലഘട്ടത്തെ അതല്ല. ഏതെങ്കിലും ആചാര്യനെ ദീക്ഷ വാങ്ങിക്കുകയായിരുന്നു അന്ന് സാധിച്ചിരുന്നത്. അന്ന് അങ്ങനെ തുടർന്നു വന്നു. ഇന്ന് ആ കാലഘട്ടത്തിൽ അതല്ല കണ്ടുവരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരെയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത്. അല്ല, ഈ വൈദിക ആചാരം എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ തന്നെ കാരണം അവർക്ക് അവരുടെ ഇപ്പോൾ നമ്മൾ അന്യസമുദായത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഒരു ക്രിസ്തീയ വിഭാഗത്തിലുള്ളതാണെങ്കിൽ അവിടെ അച്ഛൻ പറയുന്നതാണ് ഏറ്റവും അവർക്ക് സ്വീകാര്യം. അതുപോലെ മറ്റ് മതങ്ങളിലും ഒക്കെ ഉണ്ട്. എന്നാൽ ഹിന്ദു മതത്തിൽ പലരും ഈ ആര് പറയുന്നത്, ഇപ്പം അങ്ങയോട് തന്നെ പലരും സംശയം ചോദിക്കാറുണ്ട്. ശരിക്കും അതുപോലെ ആധികാരികമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരാൾ വേണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക് ഒരു പരിധിവരെ സമാധാനമാകും. പക്ഷേ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാചാര്യൻ അല്ലെങ്കിൽ ഒരു വൈദിക ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഒരു താന്ത്രിക പരമ്പരയിലുള്ള താന്ത്രികമായി ചെയ്യുന്ന ഒരു വ്യക്തി പൂർണ്ണമായും പറയുന്നത് വിശ്വസിക്കാൻ ഒരു സമൂഹം തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഇത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനായിരിക്കണം. പ്രാപ്തനായിരിക്കണം. ഇങ്ങനെ രണ്ട് രീതിയിലും ആകുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണമാകത്തുള്ളൂ. കാര്യം പറയുന്നതിനെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ അതിന് പ്രാപ്തനായിരിക്കണം. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ, ഞാനിപ്പോൾ വന്ന കുറച്ച് പ്രമാണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥശൂന്യമോ അല്ലെങ്കിൽ അർത്ഥശൂന്യമാണെങ്കിലും അർത്ഥം ഉണ്ടെങ്കിലും നമ്മളത് പ്രമാണം പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവില്ല. അവന് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവനത് ഉൾക്കൊള്ളാൻ സാധിക്കും. അവന് ഒരു പരിധിവരെ അത് ജീവിതത്തിൽ നടപ്പിലാക്കാനും ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ മതവിശ്വാസങ്ങൾക്കും നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഈശ്വരവിശ്വാസങ്ങൾക്കെല്ലാം എന്തായാലും ഒരു ഗുരുമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ആചാര്യ പരമ്പര നല്ല ആചാര്യനിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. എങ്കിൽ സംശയങ്ങൾക്കൊരു ദൂരീകരണം പറ്റും. ഇങ്ങനെയുള്ളതായ പല തെറ്റിദ്ധാരണകളിൽ നിന്ന് മോചനമാവും. അല്ല, അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സംഗതി നമ്മൾ പറയുന്നത്. ഒന്ന്, ഇപ്പോൾ പലർക്കും എന്നാണ് ഈ കുഞ്ഞിന് നൂല് കെട്ടേണ്ടതെന്ന് അറിയത്തില്ല. ഏത് ദിവസം കെട്ടണം എന്നറിയില്ല. ചിലർ 27 ചിലർ 28 എന്നാണ്. ജ്യോതിഷ വിധി പ്രകാരം അവിടെ പറയുന്നത് ആദ്യത്തെ പക്കപ്പുറന്നാളിന് കിട്ടണം എന്നാണ്. അതായത് നമ്മൾ ജനിച്ച ആ നക്ഷത്രം തിരിച്ചെന്ന് വരുന്നോ, അത് 27 28 29 എന്ന് ജ്യോതിഷികൾ പറയുന്നു. ഈ ദിവസം ഏത് ദിവസം വരുന്നോ, ഇത് ഇന്ന് നമ്മുടെ നാട്ടാചാരം അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ, കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ആളില്ല. രണ്ടാമത്, അതുപോലെ തന്നെ ചോറൂണ് 6 മാസത്തിന് ഉള്ളിൽ കൊടുക്കണോ, 6 മാസം കഴിഞ്ഞ് കൊടുക്കാമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആചാര്യനുണ്ടെങ്കിൽ അതിനില്ല. അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾ ഇന്ന് പലയിടത്തും പല രീതിയിലുള്ള ചടങ്ങുകളാണ് നടത്തുന്നത്. ഇന്നെല്ലാം ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ അത് കൈയടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അന്ത്യേഷ്ടി എങ്ങനെ ചെയ്യാം? ഇപ്പം അങ്ങയുടെ രീതിയിൽ പറഞ്ഞാൽ ഷോഡശ ക്രിയകൾക്ക് അങ്ങ് പ്രാധാന്യം കൊടുക്കുന്നു. അത് പറഞ്ഞു തരാൻ അങ്ങേക്ക് ആചാര്യനുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നു. പക്ഷേ അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതല്ലേ തിരുമേനി? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, നമ്മളൊരു ഹൈന്ദവ വിശ്വാസിയായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ തത്വത്തിൽ അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ വിശ്വസിച്ച് പോരുന്ന അനുഷ്ഠാനങ്ങൾ പാലിക്കാണെന്ന് നമ്മൾ നിർബന്ധിതരാണ്. നിർബന്ധമായും അത് പാലിക്കപ്പെടുമ്പോൾ അത് വേണ്ട വിധത്തിൽ അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഉത്തമം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ആചാര്യന് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനുമായിരിക്കണം. അത് മനസ്സിലാക്കുന്നത് പോലെ അത് പ്രവർത്തിക്കാനുള്ള സന്മനസ്സും ഈ ചോദിക്കുന്നവർക്കും ഉണ്ടാവും. ഈ മനസ്സിലാക്കേണ്ടത് ഈ താന്ത്രികർമ്മങ്ങളോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ഈ നമ്മുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മാന്ത്രികം, താന്ത്രികം, വൈദികം, 3 തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. വൈദികം എന്ന് പറഞ്ഞാൽ വൈദികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കൊരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് വൈദികം. താന്ത്രികം എന്ന് പറഞ്ഞാൽ ഈ വൈദികത്തെയും മാന്ത്രികത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് താന്ത്രികമായിട്ട് ദേവകാര്യങ്ങൾക്ക് പരിപൂർണമായ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാവീണ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് താന്ത്രികമായ കർമ്മങ്ങൾ. മാന്ത്രികം അതല്ല. മാന്ത്രികമായിട്ടുള്ള പ്രവൃത്തികൾ നമുക്കറിയാം, മന്ത്രശാസ്ത്രത്തിലൂടെ മാന്ത്രികമായ പ്രവൃത്തികൾ അനുഷ്ഠിച്ചു വരുന്നവരാണ് മാന്ത്രികമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വൈദികവും താന്ത്രികവും പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മാനവരാശിക്ക് കൂടുതലായി ആവശ്യം വരുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പരിധിവരെ എല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള സംശയങ്ങൾ ദൂരീകരിച്ചാൽ ഈ പല കാര്യങ്ങൾക്കും ഒരു ഐക്യത വരും എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നമുക്ക് വരും എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി സ്വാമി.